ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു വൈറ്റനിങ് ഫേസ് പാക്കാണ്. ഇത് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. ഇത് വേറെ ആൾ ചെയ്യുന്ന കണ്ടിട്ട് ഞാൻ പഠിച്ചതാ, പക്ഷെ ഞാൻ അപ്ലൈ ചെയ്ത് നോക്കി, ഭയങ്കര യൂസ്ഫുൾ ആണ്. എൻ്റെ ഫേസ് കണ്ടിട്ട് നിങ്ങളിപ്പോൾ വിചാരിക്കുമായിരിക്കും എൻ്റെ ഫേസ് ഇത്ര ഡള്ളായിട്ടിരിക്കുന്നത്. ഞാൻ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നത്. അപ്പം ഇന്ന് എൻ്റെ നൈറ്റ് ഓഫ്. അപ്പം ഞാൻ വിചാരിച്ചു ഫേസ് ഡള്ളാ, ഇങ്ങനെ ഡാർക്കൊക്കെ ഉണ്ട്, അപ്പം എന്നാൽ അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെയാണ് ഞാൻ ഈ ഫേസ് പാക്ക് ഇപ്പോൾ ഉണ്ടാക്കി. ഇപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടി അത് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. ഇത് വളരെ സിമ്പിളാണ്. നമ്മുടെ വീട്ടിലെ ഹോം മെയ്ഡ് സാധനങ്ങളാണ് യൂസ് ചെയ്യുന്നത്. കുറച്ച് 3 ചേരുവ മാത്രം മതി, അധികം പൈസ ചെലവില്ല. ഫുഡ് ഉണ്ടാക്കുന്ന ആ ഒരു സമയത്ത് അപ്ലൈ ചെയ്യുക, 10 മിനിറ്റ് കഴിയുമ്പോൾ കഴുകിക്കളയുക. നമ്മുടെ സ്കിന്നിന്റെ ഒരു ഷെയ്ഡ് കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ എന്തെങ്കിലും ഒരു പാർട്ടി, ഒരു ഫംഗ്ഷൻ എവിടെയെങ്കിലും ഒക്കെ പോകുന്നതിന് മുന്നേ, അല്ലെങ്കിൽ തലേ ദിവസം, അല്ലെങ്കിൽ മുന്നേ ആണെങ്കിലും ചെയ്താൽ മതി. ഇതിന്റെ ഷെയ്ഡൊന്നും, അത് ഈ പാക്കിന്റെ കളറും നമ്മുടെ ഫേസിൽ പറ്റി പിടിച്ചിരിക്കത്തൊന്നുമില്ല. അത് കഴിഞ്ഞ് നന്നായിട്ട് കഴുകി കളയുക, മേക്കപ്പ് ഇടുക, നമുക്ക് പോകാൻ പറ്റും. അധികം മേക്കപ്പ് ഒന്നും പിന്നെ യൂസ് ചെയ്തിരിക്കുന്നതാണ് എപ്പോഴും സ്കിന്നിന് നല്ലത്. പണ്ടൊക്കെ ഞാൻ വിചാരിക്കുമായിരുന്നു, ഞാൻ കറുത്ത ആയതുകൊണ്ട് എനിക്ക് സൗന്ദര്യമില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ വിചാരിക്കും. ഭയങ്കര കോംപ്ലക്സ് ഉള്ള ആളായിരുന്നു. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി, സ്കിന്ന് ഹെൽത്തി ആയിട്ട് സൂക്ഷിക്കുക, അത് തന്നെയാണ് ഏറ്റവും നല്ല സൗന്ദര്യം. ഹെൽത്തി സ്കിന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് നമ്മുടെ ബ്യൂട്ടി എന്ന് എനിക്ക് മനസ്സിലായി. അല്ലാണ്ട് കറുത്തത് വെളുത്തത് അങ്ങനത്തെ വലിയ കാര്യങ്ങളൊന്നും. അപ്പൊ എന്നെ പോലെ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനി അങ്ങനെ ചിന്തിക്കണ്ട. ഹെൽത്തി സ്കിൻ മെയിൻറ്റെയിൻ ചെയ്യുക, അത് തന്നെയാണ് ഏറ്റവും നല്ല കാര്യം. അപ്പൊ നമുക്ക് പാക്കിലേക്ക് പോവാം. നമ്മുടെ പാക്ക് എന്താന്ന് വെച്ചാല്, നമ്മൾ പാക്ക് ഇടുന്നതിന് മുൻപേ നമ്മുടെ സ്കിന്നിനെ നമ്മളൊന്ന് ക്ലിയർ ചെയ്യണം, അതായത് ക്ലീൻ ചെയ്യണം. അപ്പൊ ക്ലീൻ ചെയ്യാൻ ഏറ്റവും നല്ല സാധനം എന്ന് വെച്ചാൽ പാല് ഒരു കോട്ടണില്, അല്ലെങ്കിൽ ഞാനൊരു ടിഷ്യൂ പേപ്പർ എടുത്തേക്കുന്നത്. ഇപ്പൊ എന്റെ കോട്ടൺ ഉണ്ടായിരുന്നില്ല. അപ്പൊ ടിഷ്യൂ പേപ്പർ എടുക്കുക, അതിങ്ങനെ ഇതിൽ മുക്കുക, പാലിൽ മുക്കി സ്കിന്നിൽ ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ സ്കിൻ എന്തെങ്കിലും ഡേർട്ടി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം അതൊക്കെ ഇതിൽ ഇങ്ങനെ പറ്റി പിടിച്ചിട്ട് നല്ല ക്ലീൻ ആവും. ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുക. പാലുകൊണ്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഇങ്ങനെ എടുത്തിട്ട്, ഇപ്പൊ ഞാൻ ഫേസിൽ എന്തെങ്കിലും അപ്ലൈ ചെയ്യുമ്പം അത് കഴുത്തിന്റെ പുറകിലൊക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്യാറുണ്ട്. ഇപ്പൊ നിങ്ങളെ കാണിക്കുന്നതുകൊണ്ടാണ് ഞാനത് ഫേസ് മാത്രം ക്ലീൻ ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. ഞാൻ മൊത്തം ക്ലീൻ ചെയ്ത് കണ്ണിന്റെ മുകളിലിട്ടൊന്നും കുഴപ്പമൊന്നും പറ്റത്തൊന്നുമില്ല. ഞാനങ്ങനെ ഇടാറുള്ളതാണ്. അപ്പം ഇങ്ങനെ ക്ലീൻ ചെയ്ത് ഇതെടുത്ത് മാറ്റി, എന്നിട്ട് വേറെ ടിഷ്യൂ പേപ്പർ കൊണ്ട് ഇങ്ങനെ വൈപ്പ് ചെയ്ത് കളയണം. കാരണം ടിഷ്യൂ എൻ്റെ കുറച്ച് തിന്നായ ടിഷ്യൂ ആയതുകൊണ്ട് അയച്ച് പറ്റി പിടിച്ചു. അപ്പം ഇങ്ങനെ ക്ലീൻ ചെയ്തെടുത്ത്, ഇപ്പം നമ്മുടെ സ്കിന്നിപ്പം എന്തെങ്കിലും പൊടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ പാക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ 3 സാധനങ്ങളാണ് നമ്മുടെ പാക്കിന് ആവശ്യമുള്ളത്. ഒന്ന് ബീട്രൂട്ട്, ഒന്ന് തൈര്, ഒന്ന് അരിപ്പൊടി, അല്ലെങ്കിൽ നവരരിയുടെ പൊടിയാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. പക്ഷെ ഞങ്ങൾക്ക് അത് ഇവിടെ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ അരി പൊടിച്ചിട്ട് അതിന്റെ പൊടിയാണ് ഇതിൽ മിക്സ് ചെയ്തേക്കുന്നത്. എല്ലാം ഓരോ സ്പൂൺ വെച്ചിട്ട് ഈക്വലി മിക്സ് ചെയ്ത് ഉണ്ടാക്കണം. നമുക്ക് പാക്ക് അപ്ലൈ ചെയ്യാൻ നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിങ്ങനെ ഫേസിൽ അപ്ലൈ ചെയ്യണം. അപ്പൊ ഇതിന് തരി ഉണ്ട് കേട്ടോ. തരി എന്നു വെച്ചാൽ ബീട്രൂട്ടിന്റെ നീരെടുത്തതിന് ശേഷം ഞാൻ ആ ബീട്രൂട്ട് കുറച്ച് ഇതിലേക്ക് ചേർത്തായിരുന്നു. ബീട്രൂട്ട് ഇങ്ങനെ ഗ്രേറ്റർ ഉണ്ടല്ലോ, അപ്പൊ നിങ്ങൾക്ക് എളുപ്പത്തിന് ഗ്രേറ്റർ അതിങ്ങനെ ചെയ്താൽ അതിങ്ങനെ കിട്ടും. അപ്പൊ അതിൽ നിന്ന് നീരും എടുക്കുക, കുറച്ച് ബീട്രൂട്ട് അതിലേക്ക് ചേർത്തേക്കുക. അപ്പൊ തരി പോലെ ഇരിക്കും, കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് നല്ല രീതിയിൽ പിടിപ്പിക്കണം. ഇതിങ്ങനെ തേച്ച് ഇങ്ങനെ പിടിപ്പിച്ചിട്ട് ഫുള്ള് ഫേസിൽ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തിട്ട് 10 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി. അതുപോലെ ഒരു 35+ ഒക്കെ കഴിയുന്ന ആൾക്കാരെ ഒരു മാസത്തിൽ, അല്ലെങ്കിൽ ഒരു 1.5 മാസമൊക്കെ കൂടുമ്പോൾ ഫേഷ്യൽ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഒരു നല്ല മസാജ് ഒക്കെ സ്കിന്നിന് കിട്ടുമ്പോൾ റിങ്കിൾസ് ഒക്കെ ഉണ്ടാകുന്നത് മാറിക്കിട്ടും.
അതുപോലെ തന്നെ സ്കിന്നിന് ഇനി യൂസ് ചെയ്യാൻ പറ്റുന്ന എപ്പോഴും മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം നന്നായിട്ട്. അപ്പോൾ മോയ്സ്ചറൈസർ നന്നായിട്ട് സ്കിന്നിൽ യൂസ് ചെയ്ത് എങ്കിലേ സ്കിന്ന് നല്ല ഹൈഡ്രേറ്റ് ചെയ്തിരിക്കത്തുള്ളൂ. പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക. എന്നിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യാവുന്നത് ചെയ്താൽ വീട്ടമ്മമാർക്കൊക്കെ പുറത്ത് ഇപ്പം അധികം എന്നാ പറയുന്നത് സ്കിന്നെ പുറത്തൊക്കെ പോകുമ്പോൾ സ്കിന്ന് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്തിട്ട് 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഒത്തിരി സ്കിന്നിൽ എന്തെങ്കിലും ഒരു അപ്ലൈ ചെയ്ത് ചെറുതായിട്ടൊന്ന് വലിഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെ വെള്ളം ലൈറ്റായിട്ടൊന്ന് വലിഞ്ഞാൽ നമ്മൾ സംസാരിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. റിങ്കിൾസ് ഉണ്ടാവും, ചുളിവുകളൊക്കെ വന്ന് പിന്നെ അത് മോശമായി പോകും സ്കിന്ന്. അതുകൊണ്ട് അപ്ലൈ ചെയ്തിട്ട് സംസാരിക്കരുത്. ഇതിപ്പം വെറ്റായിട്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാനിതിലിപ്പോൾ സംസാരിക്കുന്നത്. ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ സംസാരിക്കാൻ പാടില്ല ഒട്ടും. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുക. ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് 10 മിനിറ്റ് ഒന്നും കൂടി വെക്കണം എന്നുണ്ടെങ്കിൽ ഇതിൽ ചെറുതായിട്ട് വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ പിന്നെ ഒന്നും കൂടി വെയിറ്റ് ചെയ്യുക. ഒത്തിരി ഡ്രൈ ആയിട്ട് ഇതിങ്ങനെ വെയിറ്റ് ചെയ്യിക്കരുത്. കാര്യം ഡ്രൈ ആയിട്ട് പിന്നെ നമ്മൾ ഡ്രൈ ആയതിനു ശേഷം പിന്നെ വെയിറ്റ് ചെയ്താൽ പിന്നെയും ചുളിവുകൾ വരും. അത് പിന്നെ ഇതിനകത്ത് ഒരു ചെറിയൊരു സ്ക്രബ് ഫീൽ ചെയ്യും. കാരണം അരിപ്പൊടി ശരിക്കും ചെറിയൊരു തരിയായിട്ടാണ് ഞാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ഇങ്ങനെ വെള്ളം സ്പ്രേ ചെയ്തിട്ട് നമ്മളിങ്ങനെ ലൈറ്റായിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്ത് ഇങ്ങനെ എടുത്ത് കഴുകി കളഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ പാക്ക് ഒരുവിധം ഡ്രൈ ആയിട്ടുണ്ട് ഇവിടേക്ക്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വെള്ളം തളിച്ച് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്തിട്ട് വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ പാക്ക് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഫേസിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കാണാൻ പറ്റും. കണ്ടോ, ഇവിടെയൊക്കെ നല്ല ബ്ലഷ് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഒരു മോയ്സ്ചറൈസർ പോലും ഞാൻ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടില്ല. ഇത്